എന്നെ നോക്കൂ പെണ്ണെ, എന്നെ നോക്കൂ പെണ്ണെ, ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ലേ. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? ഞാൻ ആപ്പിള് തിന്നും, ഞാൻ മുന്തിരി തിന്നും, ഞാൻ കോള കുടിക്കും. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്തിനാ? എന്നെ നാട്ടിലറിയാം, എന്നെ വീട്ടിലറിയാം, അന്യനാട്ടുകാർക്ക് എന്നെ അറിയാം. അതിന്റെ തെളിവാണ് ഈ ബൊക്കയും ഈ മാലയും. പക്ഷേ പ്രഷറിന്റെ ഗുളിക എടുത്തേ. അല്ല, പെൻഷന്റെ കാര്യം ടെൻഷൻ അടിപ്പിക്കാനത് പോവും. എന്നെ നാട്ടിലറിയാം, എന്നെ വീട്ടിലറിയാം, പക്ഷേ സ്വന്തക്കാർക്ക് എന്നെ അറിയില്ല. സ്വന്തക്കാർക്ക് എന്നെ അറിയില്ല. എന്നെ നോക്കൂ പെണ്ണെ, എന്നെ നോക്കൂ പെണ്ണെ, ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ലേ. ഇവനെങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് കാണാൻ? പൊക്കം കുറഞ്ഞ് കറുത്തിട്ടൊരു മാക്കാച്ചിനെ പോലെ കാണാനല്ലേ? കാണാനൊന്നും കൊള്ളിയുടെ സാറേ. ഈ സൈസ് വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്കുക, താൻ ഏതാ? ശരിയാവുന്നില്ല, ഒട്ടും ശരിയാവുന്നില്ല. സംഗീതത്തിൽ തീരെ വാസനയില്ല. വാസന പോലും ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കും. അതുകൊണ്ട് നീ പാടണ്ടെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. നിന്റെ പിരിയാൻ പറയല്ലേ മോളെ. മോളെന്ന് പറഞ്ഞില്ലേ? മോളോ? മോളിലല്ല, മോളെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എത്ര വയസ്സാ? 65. 65 വയസ്സുള്ള മോളാ. അമ്മൂന്ന് വിളിച്ചോളാ. അറിയണ്ട, ആർക്കും അറിയണ്ട. കുട്ടി ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ തോന്നിയോ? ഇല്ല, അതാ ചോദിച്ചത്. വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നാവോ? എന്തടാ ഫൈ? ഡാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നെ കളിയാക്കുവോ? ഇല്ലടാ, നീ പറ. എനിക്ക് നിന്റെ ഷോപ്പിൽ നിന്നെല്ലാം കണ്ടപ്പോ ഒരു പൂതി. എനിക്കും അതുപോലൊരു ഷോപ്പ് സ്വന്തമായിട്ട് വേണം. ഞാൻ നിന്റെ പാർട്ട്ണർ ആയാലോ എന്ന് ആലോചിക്കുക. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. എടാ, എന്റെ സമ്പാദ്യം മുഴുവൻ ഇനി മുതൽ നിനക്കാ. അതുകൊണ്ട് എന്റെ ഷോപ്പ് തന്നെ നിനക്ക് ഞാൻ എഴുതിത്തരാം. ഭഗവാനെ, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രേമിക്കുന്ന പെമ്പിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം, എങ്കിലേ നമുക്ക് വെയിറ്റ് ഉണ്ടാവുള്ളൂ. വാഹിദ, നീ ഇന്നലെ എന്റെ ഷോപ്പിന്റെ പാർട്ട്ണർഷിപ്പ് ആവശ്യപ്പെട്ടു. ഇതാ, സ്വന്തമായി നിനക്ക് നൽകിയിരിക്കുകയാണ് ഷോപ്പ്. അയ്യന്റെ മോനെ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്? ഇർഫാൻ, ഞാൻ നിനക്കൊരാളെ പരിചയപ്പെടുത്താം. ഇതെന്റെ ഹസ്ബൻഡാണ്. ഒരു കാര്യം ചെയ്യ്, ഉടുത്ത മുണ്ടയച്ച് ആ റോഡ് സൈഡ് വിരിച്ചിട്ട് ഇറക്കാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്.